എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ മലപ്പുറം പ്രസംഗം അവഗണിച്ചു തള്ളേണ്ടതെന്ന് സി.പി.എം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടുമോ എന്നതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വ്യക്തത വരും. ബി.ജെ.പിയെ താഴെയിറക്കാൻ എവിടെയൊക്കെ കോൺഗ്രസുമായി സഹകരിക്കണോ അവിടെയൊക്കെ അത് ചെയ്യുമെന്നും എം.എ. ബേബി പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുതിരുത്തി ഒരാൾ തിരിച്ചെത്തിയാൽ അയാൾ വേണ്ടെന്ന് സി.പി.എം പറയില്ല. പക്ഷേ അവസരവാദ നിലപാടിന്റെ ഭാഗമായി വരുന്നവരോട് ഈ സമീപനമായിരിക്കില്ല. സി.പി.എമ്മിന്റെ സ്വാധീന മേഖലയിലും ബി.ജെ.പി വളരുന്നുണ്ട്. അത് തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. പ്രായപരിധി മൂലം പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞവർ മുമ്പത്തെ പോലെ പാർട്ടിക്ക് സംഭാവനകൾ നൽകി തുടർന്നു പോകും. എമ്പുരാനെതിരായ ഭീഷണി നിസ്സാരമായി കാണാനാവില്ല. ബി.ജെ.പിയുടേത് നവ ഫാസിസ്റ്റ് സർക്കാരാണ്. സംഘപരിവാറിന്റെ താൽപര്യം സംരക്ഷിക്കാനാണ് പല ഗവർണർമാരും ശ്രമിക്കുന്നത്. ബി.ജെ.പി സർക്കാരിന്റെ പാവകളായി ഗവർണർമാർ മാറുന്നു. കോടതികളിത് നിസ്സംഗമായി നോക്കി നിൽക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കുണ്ട്. ഇന്ന് ഇക്കാര്യത്തിൽ ആശാവഹമായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. ബി.ജെ.പിയുമായുള്ള അനുഭാവം ഒരു കുറച്ചിലാണെന്ന് മുമ്പ് പലരും കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി വന്നുവെന്നും എം.എ. ബേബി പറഞ്ഞു. പാത്തും പതുങ്ങിയും സഹകരിച്ചവർ ഇന്ന് പരസ്യമായി രംഗത്ത് വന്നു തുടങ്ങി. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം എന്ന ചിന്താഗതിയാണ് ഇതിന് ഒരു കാരണം. സി.പി.എം ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറില്ല. ബി.ജെ.പിയെ താഴെയിറക്കാൻ ഞങ്ങൾ മാത്രം മതിയെന്ന് പ്രസ്താവന ഇറക്കിയതുകൊണ്ട് കാര്യമായില്ല. കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയേ ഇത് നടക്കൂ. എവിടെയൊക്കെ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന്റെ സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെ സഹകരണമുണ്ടാകുമെന്നും എം.എ. ബേബി വ്യക്തമാക്കി.